ഈ 2025 എയറിലായിട്ട് പണി മേടിച്ച് കൂട്ടാതിരിക്കാൻ ഒരൊറ്റ വഴിയെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ഇപ്പൊ കറന്റ് എയറിൽ നിൽക്കുന്ന ഡബ്സി ആയാലും ബേബി ജീൻ ആയാലും സമീറൈന ആയാലും രൺവീർ ആയാലും എല്ലാവർക്കും ഈ ഒരു അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നെവർ ഗോ ഫുൾ മെയിൻ സ്ട്രീം. എല്ലാവർക്കും ഒരു നീഷ് ഉണ്ടാവും. അതായത് എന്താണ് റാപ്പ് കോൺസെർട്ട്, എന്താണ് ഗാനമേള എന്ന് അറിയാത്തവരുടെ അടുത്ത് പോയിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യൽ ഒരു ടാസ്ക് പിടിച്ച പണിയാണ്. നടക്കില്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ കാര്യങ്ങളും. ഈ ആൾക്കാർ പറയുന്നത് പോലെയാണെങ്കിലേ നാളെ ഒരു ട്രാവിസ് സ്കോട്ടിന്റെ കോൺസെർട്ടിലേക്ക് ഇവരിനെ കൊണ്ടുപോയാൽ ഇയാൾ എന്താ വെറുതെ ഫീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാട്ട് പാടടോ എന്ന് പറയുമല്ലോ. സിംഗിങ്ങും പെർഫോമൻസും ഉണ്ട്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ റാപ്പേഴ്സും ഈ ഓട്ടോ ട്യൂണൊന്നും ഇല്ലാതെ അവർക്ക് റോ വോയിസിൽ ലൈവ് ഒന്നും പാടാൻ പറ്റില്ല. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് അങ്ങനെ ഉള്ളൂ, നമ്മുടെ എമിനെമൊക്കെ പോലെ. ഇത് ഇവരെന്നെ വരുത്തി വെച്ചതാണ്. ഈ റാപ്പ് കോൺസേർട്ടിന് മാത്രം പോയാൽ പോരെ, അല്ലാതെ ഈ കണ്ണി കണ്ട ഈ ബൂമേഴ്സിന്റെ പരിപാടിക്കൊക്കെ എന്തിനാ അവര് പോകുന്നത്? സമീറൈനയ്ക്ക് ഇത് തന്നെയാണ് പറ്റിയത്. ഇന്ത്യ ഗോട്ട് ലേറ്റന്റിന്റെ എത്ര എപ്പിസോഡ് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. സമീറൈന യൂട്യൂബിൽ സ്കിറ്റും ലൈവ് സ്ട്രീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് കട്ട ഫാൻസ് ആയിരുന്നു. അതായത് പുള്ളിയുടെ ഡാർക്ക് ഹ്യൂമർ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് ഫോളോ ചെയ്ത ആൾക്കാരാണിത്. അപ്പൊ അവരെയൊക്കെ വിട്ടിട്ട് മെയിൻ സ്ട്രീം ഓഡിയൻസിന്റെ അടുത്ത് ഇങ്ങനത്തെ ഓരോ ഡാർക്ക് ഹ്യൂമർ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും വർക്കാവില്ല. ഇതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ ഈ ചാനൽ തന്നെ ഒരു കോൺസ്പിറസി വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ട് അമ്മാവന്മാര് കണ്ടെന്ന് അവരെന്ത് വിചാരിക്കും? ഏതറ വന്ന് അവര് ചോദിക്കില്ലേ? അപ്പൊ എന്താണോ നമ്മുടെ നീഷ് അതിൽ നിന്ന് മാത്രം കളിക്കുക. അതിന്റെ പുറത്തേക്ക് പോയാൽ പണി വേടിച്ച് കൂട്ടേണ്ടി വരും.